യഹൂദന്മാർ അവരുടെ ശാബത്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും രണ്ട് ദിവസമായിപ്പോയി. അപ്പോൾ ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ ഏത് ദിവസമാണോ എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ഡിബേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണിത്. 10 കൽപ്പനകളിൽ ഒന്നാണ് ശാബത്ത് ആചരിക്കണം എന്നുള്ളത്. ഇവിടെയാണ് ശബ്ബത്താണ് ആ സ്വസ്ഥത എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാണ് ഈ ദിവസം എല്ലാവർക്കും അറിയേണ്ടതാണ്. ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ ബുധനാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ? സോ ടുഡേ ഇസ് ദാറ്റ് ഡേ. ഇന്ന് ആണ് ആ ദിവസം. Again he designates a certain day. Again he designates a certain day. Today is that day. Today. ഇന്ന് ആണ് ആ ദിവസം. എല്ലാ ദിവസവും, ഒരു ദിവസം മാത്രമല്ല, ശനിയാഴ്ച ദിവസം മാത്രമല്ല, ഞായറാഴ്ച ദിവസം മാത്രമല്ല, ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ അല്ലെങ്കിൽ ഏത് ദിവസമാണെങ്കിലും പള്ളിയിൽ പോകുന്ന ആ ഒരു കാര്യത്തിൽ കൂടി മാത്രം ശബ്ബത്ത് ആചരിക്കുന്നത് കൊണ്ട് മാത്രം ഒന്നുമല്ല എന്നാണ് ഇവിടെ പുതിയ നിയമത്തിലെ ശബ്ബത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ മനുഷ്യനായി വന്ന ജഡമായി തീർന്ന നസ്രയനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശാബത്ത് അല്ലെങ്കിൽ ശബ്ബത്ത്, നമ്മളെല്ലാവരും ശാബത്ത് ദിവസം ആചരിക്കുന്നവരാണ്. ക്രിസ്ത്യാനികൾ സാധാരണയായിട്ട് ശാബത്ത് ദിവസം ഞായറാഴ്ചയായിട്ടാണ് ആചരിക്കുന്നത്. അതേസമയം യഹൂദന്മാർ അവരുടെ ശാബത്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും രണ്ട് ദിവസമായിപ്പോയി. അപ്പോൾ ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ ഏത് ദിവസമാണോ എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ഡിബേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണിത്. ഏതാണ് ശരിക്കുമുള്ള ശാബത്ത്? ക്രിസ്ത്യാനികൾ ശാബത്ത് ആചരിക്കേണ്ടതായിട്ടുണ്ടോ? ഇത് യഹൂദന്മാർക്ക് മാത്രമായിട്ടുള്ള കാര്യമാണോ? ഇന്ന് പുതിയ നിയമത്തിന്റെ കാലത്ത് ശബ്ബത്ത് ഉണ്ടോ, അതോ ഈ ശബ്ബത്തൊക്കെ ഇല്ലാതായോ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ഡൗട്ട്സും വിശ്വാസികൾക്കുണ്ട്. എന്നാൽ ഈ ഒരു മെസ്സേജിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുക, പുതിയ നിയമത്തിലെ ശാബത്ത് എന്നതുകൊണ്ട് യഹോവ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. എന്നാണ് ശാബത്ത്, എന്താണ് ശരിക്കുമുള്ള ശാബത്ത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കാണേണ്ടത് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായമാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ് യഹോവ 6 ദിവസത്തെ പ്രവൃത്തി ചെയ്തതിന് ശേഷം 7-ാമത്തെ ദിവസം യഹോവ പ്രവൃത്തിയിൽ നിന്നും നിവൃതനായി എന്ന് കാണിക്കുന്ന ഈ ഒരു കാര്യത്തിൽ കൂടിയാണ് ശബ്ബത്ത് നിലവിൽ വന്നത്. ആദ്യമായിട്ട് ശാബത്ത് ആചരിച്ച് കാണിക്കുന്നത് ദൈവം തന്നെയാണ്. ഈ ഒരു വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഇങ്ങനെ താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃതനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃതനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. Then God blessed the 7th day and sanctified it, because in it he rested from all his works which God had created and made. അപ്പോൾ ശാബത്ത് ദിവസത്തെ സാങ്ക്ടിഫൈ ചെയ്തത് അല്ലെങ്കിൽ ശുദ്ധീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃതനായത് കൊണ്ട് 7-ാം ദിവസത്തെ അല്ലെങ്കിൽ ശാബത്ത് ദിവസത്തെ ശുദ്ധീകരിച്ചു. ബിക്കോസ് ഹി റെസ്റ്റഡ്, ഹി സാങ്ക്ടിഫൈഡ് ഇറ്റ് ആൻഡ് ബ്ലെസ്ഡ് ഇറ്റ്. 10 കൽപ്പനകളിൽ ഒന്നാണ് ശാബത്ത് ആചരിക്കണം എന്നുള്ളത്. പക്ഷെ ശരിക്കും നമ്മളെല്ലാവരും പറഞ്ഞു പോകുമ്പോൾ ശാബത്ത് ആചരിക്കണം എന്നാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ശാബത്തിനെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് കേൾക്കുക. ശാബത്ത് ആചരിക്കണം എന്നുള്ളതാണോ യഹോവ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഈ വാക്യം വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. റിമെമ്പർ ദ ശാബത്ത് ഡേ ടു കീപ്പ് ഇറ്റ് ഹോളി. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് പഴകിയത് ശാബത്ത് ആചരിക്കുക എന്നുള്ളതാണ്. പക്ഷേ യഹോവ പറഞ്ഞിരിക്കുന്നത് റിമെമ്പർ ടു കീപ് ദ ശാബത്ത് ഹോളി. ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. ഈ ശുദ്ധീകരണം എങ്ങനെയാണ് എന്നുള്ളതിന് ഇവിടെ വളരെ വ്യക്തമായിട്ട് മനുഷ്യരുടെ തലത്തിലുള്ള ശുദ്ധീകരണത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്ത് ആകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരും അങ്ങനെയുള്ള ആരും ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ശാബത്ത് നാളിനെ ശുദ്ധിയായിട്ട് അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നു, നമ്മളതിനെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചതും ഇത് തന്നെയാണ്. അപ്പോൾ ഇതിലൊരു ശുദ്ധീകരണമുണ്ട്. പുതിയ നിയമത്തിൽ ശാബത്ത് എന്താണ്? ഈ പുതിയ നിയമത്തിൽ യഹോവ എന്താണ് ശബ്ബത്ത് അല്ലെങ്കിൽ ശാബത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താണ് ഈ ശാബത്ത് എന്നതുകൊണ്ട് യഹോവ
നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എല്ലാ വിശ്വാസികളും നിങ്ങൾ തീർച്ചയായും ഈ മെസ്സേജ് കണ്ട് മനസ്സിലാക്കുക. ഇത് നിങ്ങളിൽ വിശ്വാസം വളർത്താൻ ഒരുപാട് ഉപകരിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ വാഴ്ചയെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുമുള്ള മിസ്റ്ററീസ് അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ മർമ്മങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി യേശുക്രിസ്തു ഉപയോഗിച്ച ഒരു മികച്ച പാത്രം തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന 3-ാമത്തെയും 4-ാമത്തെയും അധ്യായങ്ങൾ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കുക. ഇതിൽ 3-ാമത്തെ അധ്യായം ഞാൻ വായിക്കുന്നില്ല, പക്ഷേ ഞാൻ ഇവിടെ തുടങ്ങുന്നത് 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം വായിച്ചുകൊണ്ടാണ്. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. സോ വി സീ ദാറ്റ് ദേ കുഡ് നോട്ട് എൻ്റർ ഇൻ ബിക്കോസ് ഓഫ് അൺബിലീഫ്. അവിശ്വാസ നിമിത്തം അല്ലെങ്കിൽ അൺബിലീഫ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിനെക്കുറിച്ച് 3-ാമത്തെ അധ്യായത്തിൽ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ മക്കളൊക്കെ മരുഭൂമിയിൽ മരിച്ചു വീണു എന്ന് പറഞ്ഞാൽ അവിശ്വാസ നിമിത്തം യഹോവ അവരെ അവിടെ എത്തുന്നതിൽ നിന്നും വിലക്കി. ഇസ്രായേൽ മക്കൾ മാത്രമല്ല, മോശയ്ക്ക് പോലും കനാൻ ദേശം കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നില്ല. നമ്മൾ ഇസ്രായേൽ മക്കളെക്കുറിച്ച് അവരുടെ ആ ഒരു പലായനം നമുക്കെല്ലാവർക്കും അറിയാം. സംഖ്യാപുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. എവിടെ എപ്പോൾ പ്രതിസന്ധി വരുമ്പോഴും അവർ പെട്ടെന്ന് ഒരുപാട് കംപ്ലൈൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യഹോവയെ വിശ്വസിക്കാത്ത അവരുടെ പ്രതിസന്ധികളെ മാത്രം കാണുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു അവർ. യഹോവയുടെ ശക്തി ഒരുപാട് മിറക്കിൾസ് ആയിട്ട് അവർ കണ്ടിട്ടുണ്ട്. അവർക്ക് യഹോവയുടെ രക്ഷ, യഹോവയുടെ കരുതൽ, യഹോവയുടെ സ്നേഹം ഇതൊക്കെ കണ്ടിട്ടും ഓരോ പ്രാവശ്യം പ്രതിസന്ധികൾ വരുമ്പോൾ ഓരോ പ്രാവശ്യം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലാക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇല്ലായ്മ വരുമ്പോൾ അവർ പെട്ടെന്ന് കരയാൻ തുടങ്ങും. ഞങ്ങളെ എന്തിനാണ് ഈ മരുഭൂമിയിൽ കൊണ്ടിട്ടിരിക്കുന്നത്, ഞങ്ങൾ ഈജിപ്തിൽ കടന്നാൽ മതിയായിരുന്നല്ലോ, അവിടെയായിരുന്നു ഇതിനെക്കാട്ടിൽ ഭേദം എന്നുള്ള ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ്ലി കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഇസ്രായേൽ മക്കൾ. എന്ന് വെച്ചാൽ അൺബിലീഫ്, യഹോവയിൽ ആശ്രയിക്കാതിരിക്കുക എന്നുള്ള ഈ ഒരു കാര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് തുടർന്ന് വായിക്കാം. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. Therefore, since a promise remains of entering his rest, let us fear lest any of you seem to have come short of it. എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. ഈ അവൻ എന്നുള്ളത് യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഇത് 3-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വായിക്കുക. അപ്പോൾ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദാനം ശേഷിച്ചിരിക്കുന്നു, ഇന്നും ശേഷിച്ചിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അത് ഫലം കാണാതിരിക്കാൻ ഉള്ള ഒരു മാർഗമാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു റീസൺ ആണ് അൺബിലീഫ്. അതുകൊണ്ട് നിങ്ങൾ അൺബിലീഫ് നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കരുത് എന്നാണ് ഈ ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വാക്യം. അവരെ പോലെ നാമും ഒരു സദ് വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായിട്ട് വന്നില്ല. For indeed the gospel was preached to us as well as to them, but the word which they heard did not profit them, not being mixed with faith in those who heard it. അവരും സദ്വർത്തമാനം കേട്ടിരിക്കുന്നതാണ്. സദ്വർത്തമാനം എന്നുള്ളതിനെ കുറിച്ച് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഗോസ്പൽ എന്നാണ്. നമ്മൾ പുതിയ നിയമത്തിലുള്ള ആൾക്കാർ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഗോസ്പൽ കേൾക്കുന്നു. എന്നാൽ അന്നത്തെ ഇസ്രായേൽ മക്കൾ അവർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമല്ല അവർ കേട്ടത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കും എന്നുള്ള യഹോവയുടെ സദ് വർത്തമാനമായിരുന്നു, യഹോവയുടെ വാഗ്ദത്തമായിരുന്നു. പക്ഷേ കേട്ട സദ് വർത്തമാനം അല്ലെങ്കിൽ കേട്ട ഗോസ്പൽ അവർക്ക് ജീവിതത്തിൽ അവർക്ക് അത് ഫലം കണ്ടില്ല. കാരണം അവർ ആ കേട്ട വചനത്തിൽ വിശ്വാസം കലർത്തിയില്ല എന്ന് ഇവിടെ കാണുന്നു. അവർ വിശ്വസിച്ചില്ല, അതുകൊണ്ട് അവർ കണ്ടില്ല. തുടർന്ന് വായിക്കാം. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ലോകസ്ഥാപനത്തിങ്കൽ പ്രവർത്തികൾ തീർന്നു പോയതിനു ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇത്ര നേരം വരെ നമ്മൾ കേട്ടത് അവിശ്വാസത്തെക്കുറിച്ചും സ്വസ്ഥതയെക്കുറിച്ചുമാണ്. ഇനി ആ സ്വസ്ഥത എന്താണെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ശബ്ബത്താണ് ആ സ്വസ്ഥത എന്ന് പറഞ്ഞിരിക്കുന്നത്. 4-ാമത്തെ വാക്യം. 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവർത്തികളിൽ നിന്നും നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. 7-ാം നാളിൽ ദൈവം പ്രവൃത്തിയിൽ നിന്നും നിവൃത്തനായത് ശബ്ബത്താണ്. അതായിരുന്നു ആദ്യത്തെ ശബ്ബത്ത്. ഈ സ്വസ്ഥത ശബ്ബത്താണ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Verse 4. For he has spoken in a certain place of the 7th day in this way, and God rested on the 7th day from all his works. ഇനി നമുക്ക് വായിക്കാം 6-ാമത്തെ വാക്യം.
Since therefore it remains that some must enter it. And those to whom it was first preached did not enter because of disobedience. Some must enter it എന്നാണ് എഴുതിയിരിക്കുന്നത്. Some must enter it. 10 കൽപ്പനകളിൽ ഒന്നാണ് ആചരിച്ചേ പറ്റത്തുള്ളൂ. ശബ്ബത്ത് ആചരിക്കുകയല്ല, ശബ്ബത്ത് ഹോളിയായിട്ട് നിങ്ങൾ കാണുക, അല്ലെങ്കിൽ ഹോളിയായിട്ട് ആചരിക്കുക. ഇനി നമുക്ക് തുടർന്ന് വായിക്കാം. എന്നാണ് ഈ ദിവസം? എന്നാണ് ഈ ദിവസം? എല്ലാവർക്കും അറിയേണ്ടതാണ്. ശനിയാഴ്ചയാണോ, ഞായറാഴ്ചയാണോ, ബുധനാഴ്ചയാണോ, വെള്ളിയാഴ്ചയാണോ? കേൾക്കുക, വായിക്കുക. ആ ദിവസത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം നിങ്ങൾക്ക് പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന് എന്നുള്ളത് ഡബിൾ കോട്ട്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് വചനം നമുക്ക് വായിക്കാം. Verse 7. Again, he designates a certain day, saying in David, today, in double quotes, today, after such a long time as it has been said, today, if you will hear his voice, do not harden your hearts. So today is that day. Inna aana aa divasam. Again he designates a certain day. Again he designates a certain day. Today is that day. Today. Inna aana aa divasam. ശാബത്ത് ശനിയാഴ്ചയാണോ, ഞായറാഴ്ചയാണോ, ബുധനാഴ്ചയാണോ, വെള്ളിയാഴ്ചയാണോ എന്നതിനെക്കുറിച്ച് ഇനി നിങ്ങൾ ഡിബേറ്റ് ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് സംശയം തോന്നരുത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് ആണ് ആ ദിവസം. 3-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും വളരെ വ്യക്തമായിട്ട് ഇന്ന് എന്ന് ഉള്ളതിനെക്കുറിച്ച് ഒരു ഡബിൾ കോട്ട്സിലാണ് ഈ ഒരു ടുഡേ അല്ലെങ്കിൽ ഇന്ന് എന്നുള്ള ഈ ഒരു വാക്ക് കൊടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ എംഫസിസ് ഉള്ള ഒരു കാര്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം നമ്മളോട് വ്യക്തമായിട്ട്, വളരെ വ്യക്തമായിട്ട് ഈ പുതിയ നിയമത്തിൻ്റെ കാലത്തെക്കുറിച്ച് പറയുകയാണ്. 7 days a day, 365 days a year, 24 hours a day, enter into his rest. Enter into his rest. Enter into the rest of Jesus. അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. Let us be diligent to enter into his rest എന്നാണ് 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കുക. അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചേ മതിയാകത്തുള്ളൂ. 10 കൽപ്പനകളിൽ ഒന്നാണിത്. ശാബത്ത് ഹോളിയായിട്ട് നിങ്ങൾ കാണുക, ആചരിക്കുക എന്നുള്ളത്. ശാബത്ത് വെറുതെ ആചരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അവനിൽ വിശ്വസിക്കുമ്പോൾ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർക്ക് അനുസൃതമായ പലതരത്തിലുള്ള ഗോസ്പൽസ് അല്ലെങ്കിൽ സദ് വർത്തമാനം ദൈവം ഓരോരുത്തർക്കും അവരെ കേൾപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ശക്തീകരിക്കും, ദൈവം നിങ്ങളെ രക്ഷിക്കും, ദൈവം നിങ്ങളെ സൗഖ്യമാക്കും, ദൈവം നിങ്ങളുടെ കടങ്ങളൊക്കെയും വീട്ടും, ദൈവം നിങ്ങൾക്ക് ജോലി തരും. ഇങ്ങനെയുള്ള പല പല സത് വർത്തമാനങ്ങൾ ഇസ്രായേൽ മക്കൾ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കും എന്നുള്ള സദ് വർത്തമാനം കേട്ടിട്ടും ഓരോ പ്രാവശ്യവും പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാതെ അത്ര നാളും കണ്ട മിറക്കിൾസിലൊക്കെ അതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വരകൾ പോലെയായിരുന്നു അവർക്ക്. അവർ വിശ്വസിക്കാത്തത് കൊണ്ട് അവർക്ക് പ്രോമിസ്ഡ് ലാൻഡ് അല്ലെങ്കിൽ കനാൻ ദേശം അവർക്ക് ലഭിച്ചില്ല. ഇതുപോലെ തന്നെ അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ മടി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൽ യേശുവിൽ വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ യു വോണ്ട് ഗെറ്റ് യുവർ പ്രോമിസ്ഡ് ലാൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ പ്രോമിസ്ഡ് ലാൻഡ് എന്നുള്ളത് ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശമാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഈ പുതിയ നിയമത്തിൻ്റെ കാലത്ത് നമ്മുടെ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എറ്റേണിറ്റിയാണ്. ഇറ്റേണിറ്റി മാത്രമല്ല, ഇന്ന് ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ദൈവം തരുമെന്നുള്ള ആ ഒരു നല്ല വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഈ ഒരു വിശ്വാസം നിങ്ങൾക്ക് വരുമ്പോഴാണ് നമുക്ക് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസം വരുമ്പോഴാണ് അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനും എല്ലാ ദിവസവും, ഒരു ദിവസം മാത്രമല്ല, ശനിയാഴ്ച ദിവസം മാത്രമല്ല, ഞായറാഴ്ച ദിവസം മാത്രമല്ല, ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ അല്ലെങ്കിൽ ഏത് ദിവസമാണെങ്കിലും പള്ളിയിൽ പോകുന്ന ആ ഒരു കാര്യത്തിൽ കൂടി മാത്രം ശബ്ബത്ത് ആചരിക്കുന്നത് കൊണ്ട് മാത്രം ഒന്നുമല്ല എന്നാണ് ഇവിടെ പുതിയ നിയമത്തിലെ ശബ്ബത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ടുഡേ, ഇന്ന് ആണ് ആ ദിവസം. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതൊരു തിങ്കളാഴ്ച ദിവസമാണ്. നിങ്ങളൊരു പക്ഷേ ഈ വീഡിയോ കാണുന്നത് പല ദിവസങ്ങളായിരിക്കും. ഏത് ദിവസമാണെങ്കിലും എല്ലാ ദിവസവും അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ വാക്കുകൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നിൽ നിന്നും പഠിപ്പിൻ.
എൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. എൻ്റർ ഇൻ ടു മൈ റെസ്റ്റ്. ബിലീവ് ഇൻ മീ, ബിലീവ് ഇൻ മീ, എൻ്റർ ഇൻ ടു മൈ റെസ്റ്റ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു. അവൻ്റെ പ്രോമിസസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. ഇത് സൺഡേ ബ്ലെസ്സിങ്സിനെ കുറിച്ച് മാത്രമല്ല, സാറ്റർഡേ ബ്ലെസ്സിങ്സിനെ കുറിച്ച് മാത്രമല്ല, ഈ പുതിയ നിയമത്തിൻ്റെ കാലത്തിൽ ഇതാണ് പുതിയ നിയമത്തിലെ ശാബത്ത്. എല്ലാ ദിവസവും നമ്മുടെ ജീവിതകാലം മുഴുവനും, നമ്മുടെ ജീവിതകാലത്തിലെ ഓരോ ദിവസങ്ങളും ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച്, യേശുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ശാബത്ത് ഹോളിയായിട്ട്, എല്ലാ ദിവസവും ഹോളിയായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് കാണിക്കുന്നു. ഇതാണ് പുതിയ നിയമത്തിലെ ശാബത്ത്. ഒബ്സർവ് ദ ശാബത്ത് as holy, നോട്ട് സിംപ്ലി ഒബ്സർവ് ദ ശാബത്ത്. റിലീജിയസ് ഒബ്ലിഗേഷൻസ് പ്രമാണിച്ചത് കൊണ്ട് മാത്രം ശാബത്ത് ആകുന്നില്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പലർക്കും വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് വെറും റിലീജിയസ് ഒബ്ലിഗേഷൻസ് മാത്രമാണ്. പക്ഷേ ദൈവം എത്രമാത്രം മഹിമ ഓരോ കൽപ്പനകളുടെയും പിന്നിൽ, അല്ലെങ്കിൽ അതിനൊക്കെ എത്ര മാനം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ കൽപ്പനകളും ഇതുപോലെ തന്നെയാണ്. പലപ്പോഴും വേർഡ് ബൈ വേർഡ് മീനിങ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം ശരിക്കും പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ പോകുന്നു. ഇതുകൊണ്ട് തന്നെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പലപ്പോഴും ന്യായപ്രമാണം അനുസരിച്ച് ഞാൻ എല്ലാത്തിലും മുൻപിലാണെന്ന് എന്നുള്ള തിങ്കിങ് ഉള്ളവർക്ക് പലപ്പോഴും ഇതിലൊക്കെ ഒരുപാട് പുറകോട്ട് സ്വാഭാവികമായിട്ടും പുറകിലായി പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഈ ബൈബിളിലെ ഓരോ വചനങ്ങളിൽ കൂടിയും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് ശാബത്ത് ശനിയാഴ്ച ദിവസമല്ല, ഞായറാഴ്ച ദിവസം മാത്രവുമല്ല, തിങ്കളാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും മാത്രമല്ല, തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ ശാബത്ത് ആചരിക്കുക. യേശുവിൽ വിശ്വസിച്ച്, അവൻ്റെ പ്രോമിസസിൽ വിശ്വസിച്ച് അവൻ്റെ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ എല്ലാ ദിവസവും ഹോളിയാക്കി ശാബത്തായിട്ട് നമ്മൾ ആചരിച്ചു എന്നുള്ളത് അവൻ കണക്കിലിടുന്നു. ഇതാണ് പുതിയ നിയമത്തിലെ ശാബത്ത്. പുതിയ നിയമത്തിലെ ശാബത്ത് എല്ലാ ദിവസവുമാണ്. ഇതിൻ്റെ പിന്നിലുള്ള തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുക. എപ്പോഴും കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് യഹോവയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള തത്വം. അതിനെക്കാട്ടിൽ വലിയൊരു കാര്യമില്ല. ദൈവത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് കണ്ണുമടച്ച് അവനിൽ വിശ്വസിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ, അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഹോളിയായിട്ട് ശുദ്ധീകരിച്ച് ശാബത്തായിട്ട് ആചരിക്കുന്നു. നാച്ചുറലി ശാബത്ത് നമ്മളെല്ലാവരും ആചരിക്കുന്നു. എല്ലാ ദിവസവും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഒരു കമ്പാനിയൻഷിപ്പ് ദൈവവുമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശാബത്ത് ആചരിക്കുക. So come fall in love with Jesus and fall in love with the word of God. Fall in love with the word of God.